മാസപ്പടി കേസിൽ നിർണായക നീക്കങ്ങൾ കുരുങ്ങി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. CMRL അധികൃതരുടെ ഇപ്പോഴുള്ള ചോദ്യം ചെയ്യൽ പൂർത്തിയായാൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയ്ക്ക് സമൻസ് നൽകാനാണ് നീക്കം. അടുത്ത ആഴ്ച വീണയ്ക്ക് സമൻസ് നൽകിയേക്കുമെന്നാണ് സൂചന. CMRL MD ശശിധരൻ കർത്തയുടെ മകളുടെ ഭർത്താവും നിപുണ കമ്പനി ഡയറക്ടറുമായ അനിൽ ആനന്ദ പണിക്കരെ രണ്ടാം തവണയും ED ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് CMRL ഉദ്യോഗസ്ഥരടക്കം ചോദ്യം ചെയ്യുന്ന EDയുടെ നടപടികൾ പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് CMRL ഉന്നത ഉദ്യോഗസ്ഥരടക്കം പ്രത്യേകിച്ച് ഫിനാൻസ് വിഭാഗത്തിലെ മേധാവികളടക്കം ചോദ്യം ചെയ്യുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള EDയുടെ ഒരു പ്രധാനമായ കണ്ടെത്തൽ അല്ലെങ്കിൽ EDയുടെ ഒരു പ്രധാനപ്പെട്ട നിഗമനം എന്ന് പറയുന്നത് ഇത് കള്ളപ്പണ ഇടപാടാണ് നടന്നിരിക്കുന്നത് എന്ന രീതിയിലാണ് ED മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ SFIO റിപ്പോർട്ട് ലഭിച്ച സാഹചര്യത്തിൽ EDയുടെ അന്വേഷണം ഒന്നുകൂടി വേഗത്തിലാക്കിയിട്ടുണ്ട്. ചോദ്യം ചെയ്യൽ നടപടികളും വേഗത്തിലാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി ഏറ്റവും അടുത്ത ദിവസം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടിയെയാണ് ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിച്ചത്. അതിനുശേഷം പിന്നീട് ഇത് രണ്ടാം വട്ടവും മൂന്നാം വട്ടവുമായിട്ട് ഉയർന്ന ഉദ്യോഗസ്ഥരടക്കം CMRL ഡയറക്ടർ ബോർഡ് അംഗങ്ങളെ അടക്കം ചോദ്യം ചെയ്യലിലേക്ക് കൊണ്ടുവരികയാണ്. ഇന്ന് ഇപ്പോൾ ഹാജരായിരിക്കുന്നത് ഈ CMRL കമ്പനിയുടെ തന്നെ ഒരു ഉപകമ്പനി എന്നെല്ലാം തന്നെ വിശേഷിപ്പിക്കാവുന്ന നിപുണ എന്ന കമ്പനി. അതിൻ്റെ ഒരു ഡയറക്ടർമാരിൽ ഒരാൾ ഈ CMRL MD ശശിധരൻ കർത്തയുടെ മകൾ CBS കർത്തയാണ്. അതോടൊപ്പം CBS കർത്തയുടെ ഭർത്താവ് ഇപ്പോൾ ഇന്ന് ഹാജരായിരിക്കുന്നു എന്നതാണ്. ഇദ്ദേഹത്തെയും ഇന്ന് വിളിച്ചു വരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് രാവിലെയാണ് ഇദ്ദേഹത്തോട് ഹാജരാകാൻ നിർദ്ദേശിച്ചത്. രണ്ടാം വട്ടമാണ് ഇദ്ദേഹം ഹാജരാകുന്ന ഡയറക്ടർ സ്ഥാനത്തുള്ള അദ്ദേഹം ഹാജരാകുകയും ചെയ്യുന്നത്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് EDയുടെ ചോദ്യം ചെയ്യൽ നടപടികൾ പുരോഗമിക്കുന്നു എന്നതാണ്. വൈകാതെ തന്നെ വീണ്ടും സമൻസ് വീണ ടിക്ക് നൽകാനുള്ളൊരു സാധ്യതയാണ് വളരെ സജീവമായിട്ട് ഉള്ളത്. കാരണം ഇവരെ വീണ്ടും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന നിലപാടിൽ തന്നെയാണ് ED ഉള്ളത്. CMRL ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് കൃത്യമായ രീതിയിലുള്ളൊരു സഹകരണമുണ്ട് എന്ന് പറയുമ്പോൾ പോലും വീണ ടിക്ക് പലതിനും കൃത്യമായൊരു ഉത്തരം നൽകാനോ അല്ലെങ്കിൽ ഒരു ആശയക്കുഴപ്പങ്ങൾ തീർത്തുകൊണ്ട് ഈ കേസിൻ്റെ ഭാഗമാകാനോ അത് കഴിയുന്നില്ല എന്ന് തന്നെയാണ് EDയുടെ ഒരു വിലയിരുത്തലുള്ളത്. അതുകൊണ്ട് അവരെ ഇനിയും ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന നിലപാടിലേക്ക് ED നിൽക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ വീണയുടെ ഭർത്താവും മുൻ മന്ത്രിയും MLAയുമായ മുഹമ്മദ് റിയാസിൻ്റെ അക്കൗണ്ടുകൾ അടക്കമുള്ള കാര്യങ്ങൾ ED പരിശോധിച്ചിരുന്നു. ഈ കാലയളവിൽ ഈ സംശയാസ്പദമായ ഈ തുക കൈമാറിയിരിക്കുന്നു എന്ന് പറയുന്ന ഈ കാലയളവിൽ ഏതെങ്കിലും രീതിയിലുള്ള ട്രാൻസാക്ഷൻസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിട്ടുണ്ടോ എന്നത് പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം തന്നെ നടന്നത്. ഏതായാലും ഈ കേസിൽ വൈകാതെ തന്നെ വീണ ടിയെ വീണ്ടും സമൻസ് അയക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. CMRLൻ്റെ ഡയറക്ടർ ബോർഡിലെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും ചോദ്യം ചെയ്യലും ഒരു ഭാഗത്ത് തുടരുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.